ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറോട്ടയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിലും ഒക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് ആട്ടമാവ് ഈ പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വെള്ളവും കൂടി ചേർത്തൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ കുഴച്ചെടുത്ത മാവ് ഞാനിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഈ സമയത്ത് ഈ ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ചും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പൊടിച്ചെടു എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം അടച്ച് ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ഇപ്പം ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് പരത്തി അതിലോട്ട് മസാല വെച്ച് ഉരുട്ടിയത് വീണ്ടും ഒന്നും കൂടെ പരത്തിയെടുത്ത് ചുട്ടെടുക്കാം. ഇത് തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതി. അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ആലു പൊറോട്ടയ്ക്ക്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണിത്. അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും ചൂടോടുകൂടി ഇത് കഴിക്കാനും നല്ല രുചിയാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടേസ്റ്റി ക്യൂൻസ്. താങ്ക് യു.